ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ ഒക്കെ പഠിച്ച് എക്സാം എഴുതി നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത് നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് വരികയാണ്. അതായത് നമ്മൾ സ്കൂളൊക്കെ തുറക്കാനായി 9ാം ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പോൾ 9ാം ക്ലാസ് വരുമ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലേക്ക് നല്ല അടിപൊളി പാഠമൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ പുസ്തകവും മാറി ഇനിയിപ്പോൾ നമ്മൾ പുതിയ പുസ്തകങ്ങളൊക്കെ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഹിന്ദിയിലും ഉള്ള ഒരു പുസ്തകവും പഠിക്കണമല്ലോ. ആ ഹിന്ദിയിലുള്ള ഒരു പാഠമാണ് നമ്മളും പഠിക്കാൻ പോകുന്നത്. അതിൽ 1ാമത്തെ യൂണിറ്റിൽ സ്നേഹവുമായി ബന്ധപ്പെട്ടിട്ട് കബീർദാസ് പറയുന്ന ഒരു ചെറിയ ഒരു ദോഹയുണ്ട്. നമുക്കറിയാലോ ആരായിരുന്നു കബീർദാസ്. കബീർദാസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 8ാം ക്ലാസ്സിൽ നമ്മളൊരു ദോഹ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. 1398 CE അദ്ദേഹം CE കാലഘട്ടത്തിൽ, അതായത് നമ്മൾ AD CE എന്നൊക്കെ പറയാമല്ലോ, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജനിച്ചത് എവിടെയാണ്? UP, അതായത് ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ജനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹിന്ദു മുസ്ലിം ഒക്കെയുള്ള ആ മതങ്ങളിലുള്ള ഒരുപാട് അനാചാരങ്ങൾക്കൊക്കെ അദ്ദേഹം എതിർത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. ഓക്കെ, എന്നാലും എന്ത് ചെയ്യുന്നു, അദ്ദേഹം അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. 1518 അദ്ദേഹം എന്ത് ചെയ്തു, UP ഡൽഹി സുൽത്താനേറ്റിൽ എന്ത് ചെയ്തു, മരിക്കുകയും ചെയ്തു. ഇതായിരുന്നു അദ്ദേഹം ഒരുപാട് ദോഹകൾ എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സുന്ദരമായിരിക്കുന്ന ഒരു ദോഹയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൻ്റെ തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ആ യൂണിറ്റിന് തുടക്കമാകുന്ന ഈ ദോഹയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്നേഹം. ആ സ്നേഹം നമുക്കറിയാമല്ലോ, എല്ലാവരോടും സ്നേഹം ഉണ്ടാകുക, പരസ്പരം ഒരു ഇഷ്ടം ഉണ്ടാകുക, സ്നേഹം ഉണ്ടാകുക എന്നൊക്കെ നമ്മളെല്ലാവരും പഠിക്കുന്നതാണല്ലോ അല്ലേ. അപ്പോൾ സ്നേഹത്തിന് മഹത്വം ഉണ്ട് എന്നാണ് അദ്ദേഹം ഇതിൽ എന്ത് ചെയ്യുന്നത്, വർണ്ണിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം? അതുകൊണ്ട് നമുക്ക് എല്ലാ ആളുകൾക്കും പരസ്പര സ്നേഹം ഉണ്ടാവണം, മനസ്സിൽ എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹം ഒരു മനുഷ്യനാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു സുന്ദരമായിരിക്കുന്ന ഒരു അമൃതമാണ് എന്നും, അതിലുപരി മറ്റുള്ള ആളുകൾക്ക് തമ്മിൽ യഥാർത്ഥത്തിൽ നമുക്ക് സ്നേഹമുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മളെ ജ്ഞാനിയാക്കുന്നതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്നേഹമാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നത് എല്ലാവരിലും സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അദ്ദേഹം ആ കവിതയിലൂടെ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ആ കവിത ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോയാലോ? അപ്പോൾ നമ്മൾ വായിച്ച് നോക്കില്ലേ, എന്താണ് പറയുന്നത് നോക്കില്ലേ. എന്നാലും പോത്തി പഠി പഠി ജഗ്മുआ पंडित भया न कोई टाई आखर प्रेम का पढ़े सो പണ്ഡിത് ഹോയ്. പോത്തി എന്ന് പറഞ്ഞാൽ വലിയ പുസ്തകങ്ങൾ, അതായത് ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയും. പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ട്, പടുക്കർ അതായത് പഠിച്ചിട്ട്. ജഗ് മുവ, ജഗ് ലോകം, മുവ മരിച്ചുപോയി. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഈ ലോകത്ത് കുറേ മഹാന്മാരായിരിക്കുന്ന വലിയ ആളുകളുണ്ടായിരുന്നു, വലിയ ആളുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയ മഹാന്മാരുണ്ടായിരുന്നു. ആ മഹാന്മാർ വലിയ ഗ്രന്ഥങ്ങൾ, വലിയ ഗ്രന്ഥങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ട്, അതായത് വായിച്ച് അവസാനം പഠിച്ച് അവസാനം അവരെന്ത് ചെയ്തു, ഈ ജഗ്മുവ ലോകത്തിൽ നിന്ന് തന്നെ അവരെന്തായി, മരണമടഞ്ഞു പോയി. ഓക്കെ, എന്നാൽ പണ്ഡിത് ഭയ ന കോയി, ഒരു പണ്ഡിതർ ആരും ഭയപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമടഞ്ഞു, എന്നാൽ അവർക്കൊന്നും യഥാർത്ഥത്തിൽ ഒരു നല്ല പണ്ഡിതനാവാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ ലോകത്തുള്ള മഹാന്മാരെല്ലാവരും വലിയ പുസ്തകങ്ങൾ വായിച്ച് അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു, എന്നാൽ അവർക്കൊരിക്കലും ഒരു വലിയ പണ്ഡിതനാവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആരാ നല്ല പണ്ഡിതന്, അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ പണ്ഡിതന്? ആ പണ്ഡിതൻ എന്ന് പറയുന്നു ടായി ആഖർ. ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര എന്ത് ചെയ്യുന്നുണ്ട്, ആഖർ അക്ഷരം. ആ അക്ഷരം ഏതാ? പ്രേമക്ക, സ്നേഹത്തിൻ്റെ അല്ലേ. അതിൻ്റെ അർത്ഥം എന്താ പറയുക? സ്നേഹത്തിൻ്റെ 2 അക്ഷരങ്ങൾ പഠിച്ചവൻ ആരാണോ, അല്ലെങ്കിൽ ഏത് ഒരാൾ ആണോ അല്ലേ, അയാളാണ് പടേ സോ പണ്ഡിത് ഹോയ്. ആ പഠിച്ചവനാണ് യഥാർത്ഥത്തിൽ
പണ്ഡിതൻ. അപ്പോൾ ഇവിടെ നിന്ന് എന്താ കിട്ടിയത്? നമുക്ക് കിട്ടിയ കാര്യം ഇതാണ്. നമ്മൾ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് ഒരുപാട് ആളുകൾ മരിച്ചുപോയി, പക്ഷേ അവരാരും പണ്ഡിതർ ആയിരുന്നില്ല. എന്നാൽ സ്നേഹത്തിൻ്റെ 2 അക്ഷരങ്ങൾ പഠിച്ചെടുത്തവർ ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ പണ്ഡിതൻ എന്ന് ആര് പറയുന്നു? കബീർ ദാസ് ഇവിടെ പറഞ്ഞു തരുന്നു. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞ കാര്യം ഇതാണ് കബീർ ദാസ് ഉദ്ദേശിക്കുന്നത്. ലോകത്ത് ഒരുപാട് ആളുകൾ വലിയ വലിയ ഗ്രന്ഥങ്ങൾ, വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് മരണമടഞ്ഞു. എന്നാൽ അവരാരും തന്നെ വലിയ പണ്ഡിതന്മാരായിരുന്നില്ല. എന്നാലോ 2 അക്ഷരമാകുന്ന സ്നേഹത്തിൻ്റെ 2 അക്ഷരം ആരാണോ 2.5 അക്ഷരം ആരാണോ മനസ്സിലാക്കിയതല്ലെങ്കിൽ പഠിച്ചത് അവരാണ് യഥാർത്ഥ പണ്ഡിതരെന്നാണ് കബീർ ദാസ് ഇവിടെ സൂചിപ്പിച്ചത്. ഓക്കെ അല്ലേ? എന്നാൽ ഇനി നമുക്ക് ഇതിൻ്റെ ആശയം ഒന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് അതിൽ പറഞ്ഞതെന്ന് നോക്കാം. എന്താണ് ഇതിലൂടെ പറയുന്ന കാര്യങ്ങൾ? കബീർ അപ്നെ ഇസ് ദോഹെ കി പങ്ക്തിയോമേ, കബീർ തൻ്റെ ഈ ദോഹയിലെ വരികളിലൂടെ പ്യാർ കാ മഹത്വ പ്രകട കർത്തേ ഹേ, സ്നേഹത്തിൻ്റെ മഹത്വമാണ് പ്രകടമാക്കുന്നത്. ഉൻകാ കഹ്നാ ഹെ കി, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോട്ടി മോട്ടി കിതാബേം, വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് സൻസാർ മേം, ലോകത്തിൽ കിത്തനെ ഹി ലോകോം കി, ഒരുപാട് മനുഷ്യന്മാർ, ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജിന്ദഗി മൗത്ത് ഗയി, അവരുടെ ജീവിതം എന്തായി? മരണമടഞ്ഞു പോയിട്ടുണ്ട് അല്ലേ? ഐസേ പുസ്തകേം പഠിത്തേ രഹ്നേസേ, എന്നാൽ ഇങ്ങനെയുള്ള ഒരു പുസ്തകങ്ങൾ പഠിത്തേ രഹ്നേസേ, ഈ പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വായിച്ചു അല്ലെങ്കിൽ പഠിച്ചു എന്നതുകൊണ്ട് കോയി ബി, ആരും തന്നെ അസലി വിദ്വാൻ ന ബൻ സക്കെ, ഒരു യഥാർത്ഥ വിദ്വാൻ ആകുന്നില്ല അല്ലെങ്കിൽ പണ്ഡിതൻ ആവുന്നില്ല. യദി ഒരു പക്ഷേ കോയി പ്രേം കാ, ആരെങ്കിലും ഒരാൾ സ്നേഹത്തിൻ്റെ മഹത്വം അച്ചി തര സമജ് ലേ തോ, മനസ്സിലാക്കിയാൽ, നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വഹി, അവൻ തന്നെയാണ് സച്ചാജ്ഞാനി ഹോഗ, യഥാർത്ഥമായിരിക്കുന്ന ഒരു പണ്ഡിതനെന്ന് പറയുന്നു. പിന്നെ അത് മാത്രമല്ല, ബിനാ പ്യാർ സേ, സ്നേഹം ഇല്ലാതെ ജ്ഞാൻ നെഹി ഹോഗ, അയാൾക്ക് എന്തുണ്ടാവില്ല? അറിവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പറയുന്നു പ്യാർ കെ ബിനാ, സ്നേഹമില്ലാതെ എന്താ? കോയി ജ്ഞാനി നോക, അറിവില്ലാത്തവൻ ഒരിക്കലും ജ്ഞാനിയല്ലല്ലോ. അതുകൊണ്ട് അവൻ ആരുമല്ല, ജ്ഞാനി പണ്ഡിതനുമല്ല. അറിവുള്ളവനെ എന്തുണ്ടാവുള്ളൂ? ജ്ഞാനിയാവുള്ളൂ. അതുകൊണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ അറിവുണ്ട്, ആ സ്നേഹം ഉണ്ടെങ്കിൽ, ആ അറിവുണ്ടെങ്കിൽ അവൻ ആരാകുകയും ചെയ്യും? ജ്ഞാനി പണ്ഡിതനാവുകയും ചെയ്യും. ഇതാണ് ഇതിലൂടെ വിവരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ആദ്യമാകുന്ന ദോഹ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് അടുത്ത പാഠമാണ്, അതായത് ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു കഥയാണ്, കഹാനിയാണ്. ആ കഥ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അതുവരേക്കും എല്ലാവർക്കും ബായ്, താങ്ക് യു. ഓക്കെ, ബായ്.